തൃശൂരിൽ CPI സ്ഥാനാർത്ഥിയുടെ വിജയമുറപ്പെന്ന് മന്ത്രി കെ രാജൻ അമൃത വാർത്തകളോട് കടുത്ത അവഗണനയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിക്കുന്നുവെന്ന പരാതിയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും മന്ത്രി ഒഴിഞ്ഞുമാറി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി കെ രാജൻ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരത്തിലേക്ക് കടന്നത്? കേരളത്തിലെ 3.5 കോടി മലയാളികളെ മാത്രമല്ല, സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ പേരെയും സമരത്തിലേക്ക് പ്രേരിപ്പിക്കാൻ കഴിയും വിധം ഈ സമരം മുന്നോട്ട് പോയി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് തൃശൂരിലെ രാഷ്ട്രീയം തന്നെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വിധത്തിലേക്ക് തൃശൂർ മാറിയിരിക്കുകയാണ്. CPI നേതാവും MLAയുമായ P. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. LDF ജയിക്കും, CPI ആയിരിക്കും വിജയിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്. അതിനകത്ത് ഒരു ചെറിയ സംശയം പോലുമില്ല. 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം BJPയും UDFും തമ്മിൽ നടക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ബാലേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നിലപാട് പാർട്ടി എടുക്കും. അത് അദ്ദേഹവും ആ കാര്യത്തിൽ സ്വീകരിക്കും. വേറെ പ്രയാസമുള്ള ഒരു കാര്യം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് തൃശ്ശൂരിന്റെ കാര്യത്തിൽ പറഞ്ഞത്. എന്നാൽ കേരളത്തിലടക്കം ബജറ്റിലടക്കം CPIയുടെ വകുപ്പുകൾക്ക് നേരെയുള്ള അവഗണന സംബന്ധിച്ച് പിന്നീട് പ്രതികരിക്കാമെന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയുമായിരുന്നു. ക്യാമറമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം ഡൽഹിയിൽ നിന്ന് അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ് ക്ലോസ്.